ഹായ്, നൈറ്റ് വാക്കിനിടയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിഗ്നൽ ക്രോസ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ സിഗ്നൽ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ ഒരു സംഭവം നമ്മളെപ്പോഴും നോട്ടീസ് ചെയ്യണം. നമ്മൾ സിഗ്നലിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പോസ്റ്റിൽ കാണുന്ന ഈ ഒരു സ്വിച്ചിൽ അമർത്തി നമ്മളിവിടെ ക്രോസ് ചെയ്യാൻ വെയിറ്റിംഗ് ആണെന്ന് കാണിക്കുക. അപ്പോൾ പെട്ടെന്നൊന്നും സിഗ്നൽ ആവില്ല. അപ്പോൾ നമുക്ക് പെഡസ്ട്രിയനുള്ള ഒരു സിഗ്നൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ പെഡസ്ട്രിയൻ്റെ സിഗ്നൽ ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വാക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആ സിഗ്നൽ ക്രോസ് ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രാഫിക് നിയമങ്ങളൊക്കെ പാലിച്ച് നടന്നു കഴിഞ്ഞാൽ നമുക്ക് അപകടമൊക്കെ ഒഴിവാക്കാം. അപ്പോൾ എന്തായാലും അസീസിയയിലൂടെയുള്ള ഈ ഒരു നൈറ്റ് വാക്ക് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാണ്. നല്ല സ്ട്രീറ്റാണ്, എപ്പോഴും നല്ല വൃത്തിയിൽ എല്ലാം കിടക്കുകയാണ്. അതുപോലെ സ്ട്രീറ്റിൻ്റെ കൺസ്ട്രക്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇതുപോലൊരു സ്ട്രീറ്റ്, വാഹനങ്ങൾ പോകാനായിട്ട് രണ്ട് സൈഡിലേക്കും രണ്ട് വരി പാതയാണ് ഇവിടെ ഉള്ളത്. അത് കൂടാതെ തന്നെ ഈ ഒരു ബൈ റോഡുണ്ട്. അപ്പോൾ ഈ ഷോപ്പുകൾക്കൊക്കെ ഈ ഒരു ബൈ റോഡിലൂടെ വരുന്ന കസ്റ്റമേഴ്സിന് അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്. ഇതെല്ലാം നല്ല വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഇന്ന് വിഷു ആയിരുന്നു. വിഷുവിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല, നമുക്കിവിടെ അവധിയില്ലല്ലോ. അപ്പോൾ എന്തായാലും വിഷു സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ ഈ ഒരു വർഷത്തെ 2025 വിഷു കഴിഞ്ഞു പോയി. ഇങ്ങനെ ഓരോ ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതവും അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളിവിടെ നിങ്ങൾ എബ്രോഡ് ആണെങ്കിൽ ഫുഡ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ ഈവനിങ്ങിൽ അല്ലെങ്കിൽ മോർണിംഗിൽ നടക്കാൻ പോവുക. നമ്മുടെ ഹെൽത്താണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഹെൽത്ത് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേറൊന്നും നോക്കാനില്ല. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വിജയങ്ങൾ കൈവരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഗോൾസൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുണ്ട് ഏകദേശം 1-1.5 കിലോമീറ്റർ പോകാനുണ്ട് വീടിൻ്റെ ഭാഗത്തേക്ക്. ഈ അസീസിയ സ്ട്രീറ്റ് നേരെ പോകുന്നത് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്കാണ്. അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ടോർച്ച് ടവർ കാണാം. ആ ടോർച്ച് ടവറിൻ്റെ അടുത്ത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഉണ്ട്. അവിടെ ലൈറ്റ് മിന്നുന്നിടത്താണ് ഖലീഫ ഇൻ്റർനാഷണൽ സ്റ്റേഡിയം. ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല, പക്ഷേ ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ഇന്ന് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെറുതെ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ ഫോളോ ചെയ്യും. കാരണം ഞാനിതുപോലെ ദോഹയിൽ നിന്നുള്ള കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാനായിട്ട് നേരമായി. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വിഷു.